എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ് 2018 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ഒരു സെക്ഷനിലെ 22 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊന്നും കാണാത്തവർ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിസ് ഈസ് ദ അബ്രീവിയേഷൻ ഓഫ്. വിസ് എന്ന് പറയുന്ന അബ്രീവിയേഷൻ എന്തിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വിഡ്ലി സെറ്റ്. വിഡ്ലി സെറ്റിൻ്റെ അബ്രീവിയേഷനാണ് വിസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് ദ കീ Alt+Z inside the print dialog box in MS Word is used for selecting. അതായത് ഒരു പ്രിൻ്റ് ഡയലോഗ് ബോക്സിൻ്റെ അകത്ത് Alt+Z എന്നുള്ള ആ ഒരു കീ പ്രസ് ചെയ്യുന്നതിലൂടെ എന്താണ് സെലക്ട് ചെയ്യുന്നത്, എന്തിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേപ്പർ സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ഡയലോഗ് ബോക്സിൻ്റെ ഉള്ളിൽ Alt+Z എന്നുള്ള ആ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീസ് ടു ബി പ്രസ്ഡ് ഫോർ ഗെറ്റിംഗ് ഡബിൾ അണ്ടർലൈൻ ടു എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഇൻ MS Word. MS Wordൽ ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിന് ഡബിൾ അണ്ടർലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ Ctrl+Shift+D. അപ്പോൾ Ctrl+Shift+D എന്നുള്ള ഷോർട്ട് കട്ട് കീ ആണ് MS Wordൽ ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിന് ഡബിൾ അണ്ടർലൈൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി വിൻഡോ ഓർ വിൻഡോസ് ക്യാൻ ബി ആക്ടിവേറ്റ് അറ്റ് എ ടൈം. ആൻസർ 1. അതായത് ഒരു സമയം ഒറ്റ ഒരു വിൻഡോ മാത്രമേ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര വിൻഡോ വേണമെങ്കിലും മിനിമൈസ് ചെയ്ത് ഇടാം, പക്ഷേ അറ്റ് എ ടൈം ഒരു വിൻഡോ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ദ സെൽ അഡ്രസ് ഓഫ് 6th row 3rd column റെപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 6th row 3rd column റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് സ്പ്രെഡ്ഷീറ്റിൽ. ആൻസർ 6C. അപ്പോൾ ഇവിടെ റോയിന് ഇതും നമ്പറും കോളത്തിന് ലെറ്ററുമാണ് വരിക. 3rd column എന്ന് പറയുമ്പോൾ 3C, 6ാമത്തെ റോ എന്ന് പറയുമ്പോൾ 6 എന്ന് വരും. അപ്പോൾ C6 എന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റിലേറ്റിംഗ് ടു പ്രിൻ്റർ DPI സ്റ്റാൻഡ്സ് ഫോർ. അതായത് പ്രിൻ്ററിനെ റിലേറ്റ് ചെയ്ത് DPI എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡോട്ട് പെർ ഇഞ്ച്. അതായത് ആ ഒരു പ്രിൻറ്റിംഗ് ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് DPI. അടുത്ത ക്വസ്റ്റ്യൻ, GUI സ്റ്റാൻഡ്സ് ഫോർ. GUI എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് GUIൻ്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൈൻ ഈസ് ടു ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അബ്രീവിയേഷൻ. ഒരു അബ്രീവിയേഷന് ശേഷം ഏത് സൈനാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അവിടെ വരിക ഫുൾ സ്റ്റോപ്പാണ് കേട്ടോ വരുന്നത്. അവിടെ ആൻസർ വിട്ടുപോയതാണ്, സോറി. അവിടെ ഫുൾ സ്റ്റോപ്പാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് നമ്പർ ഓഫ് ജോബ്സ് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ഇൻ എ ഗിവൺ ടൈം ഈസ് ടേംഡ് ആസ്. ദ ആവറേജ് നമ്പർ ഓഫ് ജോബ്സ് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ഇൻ എ ഗിവൺ ടൈം ഈസ് ടേംഡ് ആസ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു നിശ്ചിത സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആവറേജ് നമ്പർ ഓഫ് ജോബ്സിനെ പറയുന്നതാണ് ത്രോപുട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് ദ കീസ് Ctrl+Home ഇൻ എ ഡോക്യുമെൻറ്റ് കോസസ്. അതായത് Ctrl+Home എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൽ Ctrl+Home എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ദ കേഴ്സർ ടു റീച്ച് ദ ടോപ്പ്. അതായത് ആ കേഴ്സർ ടോപ്പിലേക്ക് എത്തും. അതാണ് Ctrl+Home പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്റ്റിംഗ് ദ ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഈസ് കോൾഡ്. അതായത് ഡാറ്റേനെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡാറ്റ സെക്യൂരിറ്റി. അതായത് ഒരു അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും
ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡാറ്റ സെക്യൂരിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസംബ്ലർ ദ സോഴ്സ് പ്രോഗ്രാം കൺവേർട്ട്സ് ഇൻ ടു. അതായത് അസംബ്ലറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സോഴ്സ് പ്രോഗ്രാം എന്തിലേക്കാണ് കൺവേർട്ട് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. നെക്സ്റ്റ്, ബാൻഡ് വിഡ്ത്ത് ഈസ് റിലേറ്റഡ് ടു. ബാൻഡ് വിഡ്ത്ത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടതാണ് ബാൻഡ് വിഡ്ത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പെഷ്യൽ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രിൻറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് പേജ് ഈസ് കോൾഡ്. ദ സ്പെഷ്യൽ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രിൻറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് പേജ് ഈസ് കോൾഡ് ഹെഡർ. ഹെഡർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫോക്കസ് സ്റ്റാർ PSC എന്ന് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പേജ്. ഇതിപ്പോൾ ഒരു പേജായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന്, സ്പെഷ്യൽ ടെക്സ്റ്റിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഹെഡറായിട്ട് വരുന്നത് ഫോക്കസ് സ്റ്റാർ PSC ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് Ctrl+Shift+A ഇൻ MS Word ടു എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഗിവ്സ് ദ റിസൾട്ട് ഓഫ്. അതായത് MS Wordൽ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഒരു MS Wordൽ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം Ctrl+Shift+A എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് ഒരു വേർഡ് നമ്മൾ MS Wordൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് Ctrl+Shift+A എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് മൊത്തം ക്യാപിറ്റൽ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ടേംസ് ഓഫ് മെമ്മറി ദ ലെറ്റർ K റെപ്രസെൻറ്റ്സ്. അതായത് മെമ്മറിയുടെ ടേമിൽ K എന്നുള്ള ലെറ്റർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1024 ബൈറ്റ്സ്. അതായത് 1024 ബൈറ്റിനെയാണ് K എന്നുള്ള ആ ഒരു ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ മൂവിങ് ദ കേഴ്സർ വേർഡ് ബൈ വേർഡ് ഇൻ MS Word. അതായത് താഴെ പറയുന്ന ഏതാണ് നമ്മുടെ MS Wordൽ വേർഡ് ബൈ വേർഡായിട്ട് കേഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+Left or Right ആരോ കീസ്. അതായത് Ctrl+ പ്രസ് ചെയ്യുക, അതിനുശേഷം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ ആരോ കീസ് പ്രസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അതായത് താഴെ പറയുന്നതിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ്. ആൻസർ ടാലിയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മൈക്രോ സെക്കൻഡ് ഈസ്. മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000th ഓഫ് എ മില്ലി സെക്കൻഡ്. അതായത് മില്ലി സെക്കൻഡിൻ്റെ 1000-1. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ എ ക്വസ്റ്റ്യൻ മാർക്ക് ലീവ് ഡാഷ് സ്പേസ് ഓർ സ്പേസസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം എത്ര സ്പേസ് ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2. 2 സ്പേസ് ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രോപ്പ് ക്യാപ്പ് ഫംഗ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഡാഷ് മെനു. അതായത് ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഏത് മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസേർട്ടാണ്. ഇത് MS Word 2007 ഓപ്ഷനാണ്. ഡ്രോപ്പ് ക്യാപ്പ് ഇൻസേർട്ട് എന്നുള്ള മെനുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓപ്പൺ ഫോൺസ് ഡയലോഗ് ബോക്സ്. അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്നാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ 2 ഓപ്ഷൻ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് 2 ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. Ctrl+Dയും Ctrl+Shift+Fഉം 2 ഓപ്ഷൻസും ശരിയാണ്. Ctrl+Dയും Ctrl+Shift+Fഉം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.